إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ ബഹുമാന്യരായ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിനോടുള്ള തഖ്വ, സൂക്ഷ്മതാബോധം ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും നമ്മളിൽ നിന്നൊരാളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഖുതുബകളുടെ ആരംഭത്തിൽ, ഉപദേശങ്ങളുടെ തുടക്കത്തിൽ സ്വഹാബിമാരെ ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തിയിരുന്ന ആ ഒരു വസിയ്യത്ത് ഒന്നുകൂടി ഊന്നൽ നൽകി സൂചിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല തഖ്വ എന്ന ഗുണം പരിശീലിച്ചെടുക്കാനും അത് പാലിക്കാനും നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ മുത്തഖീങ്ങളായി കണ്ടുമുട്ടാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഓരോ ഏടുകളും മുസ്ലിങ്ങൾക്ക് മാതൃകയാണ്. മനുഷ്യനെ എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്നതാണ്. സാമൂഹികമായി ജീവിക്കുന്ന, അങ്ങനെയുള്ള പരസ്പരം കൊടുക്കലുകളും വാങ്ങലുകളും നടത്തുന്ന, ഇടപെടലുകൾ നടത്തുന്ന ആളുകൾ എന്ന നിലയ്ക്ക് മനുഷ്യർ തമ്മിൽ ഉണ്ടാകേണ്ട ബന്ധത്തെ അല്ലാഹു സുബ്ഹാനഹു തആല വളരെ ഗൗരവപൂർവ്വം പരിഗണിക്കുകയും ഒരു വേള മനുഷ്യർക്കിടയിലുള്ള ബാധ്യതകളെ അത് പൂർണ്ണമായി വീട്ടിയില്ല എങ്കിൽ അള്ളാഹുവിനോടുള്ള ബാധ്യതകളിൽ വീഴ്ച വരും എന്ന് വരെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്ര പുറപ്പെടുന്ന സമയത്ത്, യാത്ര ആരംഭിക്കുന്നു, കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകുന്നു. സ്വഹാബിമാർ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ പരിഭ്രാന്തനായി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് അവർ കണ്ടു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തിൻ്റെ കാര്യം മനസ്സിലായി. പ്രവാചകൻ്റെ ഏറ്റവും വലിയ ഉത്കൃഷ്ട ഗുണങ്ങളിലൊന്നാണ് കണ്ടറിഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അയാളുടെ പ്രയാസം എന്താണെന്ന് മനസ്സിലായി. അയാൾ യാത്രക്കാരനാണ്, പ്രവാചകൻ്റെ യാത്രാ സംഘത്തോടൊപ്പമുണ്ട്. ആ സ്വഹാബിക്ക് ആവശ്യമായ യാത്രാ സാമഗ്രികളില്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല. സ്വഹാബിമാരോട് ഒന്നടങ്കം ഒരു ആഹ്വാനമാണ് നടത്തിയത്. ആരുടെയെങ്കിലും കൈവശം മൻകാന മാഹു ഫദ്ലു ദഹ്റിൻ ഫൽയഉദ് ബിഹി അലാ മൻ ലാ ദഹ്റ ലഹു, ആരുടെയെങ്കിലും കൈവശം എക്സ്ട്രാ ഒരു യാത്രാ മൃഗമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വാഹനത്തിൽ കൂടി ഇരിക്കാൻ ഒരു ഇരിപ്പിടമുണ്ടെങ്കിൽ, ഒട്ടകപ്പുറത്ത് ഒന്നിലധികം ആളുകൾക്ക് വേണമെങ്കിൽ ഇരിക്കാം, അല്ലെങ്കിൽ ഊഴമനുസരിച്ചിരിക്കാം, അങ്ങനെ ഒരു വകുപ്പുണ്ടെങ്കിൽ അവൻ യാത്രാ മൃഗമില്ലാത്തവന് അത് പങ്കുവയ്ക്കട്ടെ. അതുപോലെ തന്നെ ഒമൻ കാന ലഹു ഫദ്ലുൻ മിൻ സാദിൻ, ഭക്ഷണമോ അല്ലെങ്കിൽ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന മറ്റെന്തെങ്കിലും സാധന സാമഗ്രികളോ തൻ്റെ ആവശ്യത്തിൽ കഴിഞ്ഞുള്ളത് ഒരാളുടെ പക്കലുണ്ടെങ്കിൽ അവനതില്ലാത്തവന് കൊടുക്കട്ടെ. ആരുടെയും പേര് പറഞ്ഞില്ല, ആരോടും ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞില്ല, ഇന്നയാളാണ് ആവശ്യക്കാരൻ എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞില്ല. അവസാനം ഹദീസ് ഉദ്ധരിക്കുന്ന അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കാര്യവും ഇങ്ങനെ എണ്ണി. അഥവാ ആ ഹദീസിൽ നമുക്ക് മനസ്സിലാകുന്നത്, ആ മനുഷ്യൻ എന്തായിരുന്നു ആ ആവശ്യം അത് നേർക്കുനേരെ പറയാതെ കുറേ ഇനങ്ങൾ പ്രവാചകൻ എണ്ണി. ഇന്നതുണ്ടെങ്കിൽ വെള്ളമുണ്ടെങ്കിൽ ഭക്ഷണമുണ്ടെങ്കിൽ, ഇങ്ങനെ സമ്പത്തുകളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ കാര്യങ്ങൾ എണ്ണി. ഹത്താ റഅയ്നാ അന്നഹു ലാ ഹഖ്ക ലി അഹദിൻ മിന്നാ ഫീ ഫദ്ലിൻ, അഥവാ ഒരാളുടെ ആവശ്യം കഴിഞ്ഞ് എക്സ്ട്രാ ഒരാളുടെ കൈവശം വല്ലതുമുണ്ടെങ്കിൽ അയാൾക്ക് അതിന്മേലൊരു അർഹതയുമില്ല, അവകാശവുമില്ല എന്ന് വരെ നമുക്ക് തോന്നിപ്പോയി. അതെല്ലാം ആ കൂടെയുള്ള സഹയാത്രികർക്ക് പങ്കുവെക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്നാണ് നമുക്ക് മനസ്സിലായത്. ഇത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന്, സ്വഹാബിമാരുടെയൊക്കെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന വലിയൊരു ഗുണമാണ്. ഒരാളുടെയും ആവശ്യങ്ങൾ പറയാതെ അത് മുഖത്ത് നിന്ന് വായിച്ചെടുത്ത് ഓരോരുത്തർക്കും എന്താണോ വേണ്ടത് അതനുസരിച്ച് അവർക്ക് പരിഗണന നൽകുമായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണല്ലോ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ ഗോത്രത്തിൻ്റെ തലവനായിരുന്ന ജരീർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത് കാണാം, ഞാൻ ഇസ്ലാം സ്വീകരിച്ചിട്ട് ഞാനൊരു ഗോത്രത്തലവനായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു സമയത്ത് എന്നെ കണ്ടിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കാതിരുന്നിട്ടില്ല. ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ അനുവാദം ചോദിച്ചിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ എനിക്ക് തരാതിരുന്നിട്ടില്ല. അത്രമാത്രം പരിഗണന ഒരു സാധാരണ മനുഷ്യനേക്കാൾ അധികം ഒരു ഗോത്രത്തിൻ്റെ ഉത്തരവാദിത്വമുള്ള അതിൻ്റെ അമീറായ മനുഷ്യന് കൊടുക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിനത് കൊടുത്തു എന്ന് അദ്ദേഹം പ്രവാചക വഫാത്തിന് ശേഷം ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാം. എല്ലാ വിഭാഗം ആളുകളുമായി നമ്മൾ ദിനേന ഇടപെടാറുണ്ട്. നമ്മൾ ഒരുപക്ഷെ പ്രായം കൊണ്ട് പല തട്ടുകളിലായിരിക്കാം. മുതിർന്നവരുണ്ടാകും, ഇളയവരുണ്ടാകും, ഓരോ തരത്തിലുമുള്ള പ്രായത്തിലുള്ളവർ, വ്യത്യസ്തങ്ങളായ പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്നവർ, വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്ന് വരുന്നവർ, വ്യത്യസ്ത ഉദ്യോഗങ്ങൾ വഹിക്കുന്നവർ. നമ്മൾ എന്തുമാകട്ടെ, നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തിന്, വിശിഷ്യ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് അവരോടുള്ള ഇടപാടുകളിൽ നമ്മുടെ നിലപാട് എന്താണ് എന്നതിനെക്കുറിച്ചാണ്. ഒരിക്കൽ ഒരു സ്വഹാബി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംശയം ചോദിച്ചത്, പ്രവാചകരെ അയ്യുൽ ഇസ്ലാമി അഫ്ദൽ, അല്ലെങ്കിൽ അയ്യുൽ മുസ്ലിമീൻ അഫ്ദൽ, മുസ്ലിങ്ങളിൽ ഏറ്റവും അതിശ്രേഷ്ഠനായ മനുഷ്യനാരാണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, ഒരു മുസ്ലിം ഏറ്റവും ശ്രേഷ്ഠവാനാകുന്നത് അവൻ്റെ ചുറ്റുമുള്ള അവൻ്റെ മുസ്ലിം സഹോദരങ്ങൾ അവൻ്റെ നാവിൽ നിന്നും അവൻ്റെ കയ്യിൽ നിന്നും സുരക്ഷിതരായിരിക്കുമ്പോഴാണ്. അഥവാ അവൻ്റെ വാക്കുകളും അവൻ്റെ പ്രവൃത്തികളും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുമ്പോഴാണ്, അവരിൽ നിന്ന് നിർഭയത്വത്തോടുകൂടി അവന് ചുറ്റുമുള്ള മുസ്ലിം സഹോദരങ്ങൾക്ക് കഴിയുമ്പോഴാണ് അവൻ ഏറ്റവും ഉത്കൃഷ്ടനായ മുസ്ലിമായി തീരുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പ്രവാചക ജീവിതത്തിൽ നിന്ന്, പ്രവാചക ചര്യയിൽ നിന്നുള്ള ഈ പരിഗണനയുടെ, മറ്റുള്ളവരെ നമ്മൾ അവരോട് ഇടപെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആദാബുകളുടെ ഹദീസുകൾ എത്രയോ അധികം നമുക്ക് വായിക്കാൻ കഴിയും. നമുക്കെല്ലാവർക്കും സുപരിചിതമായ മുതിർന്നവരെ ആദരിക്കുക, ഇളയവരോട് കരുണ കാണിക്കുക എന്ന ഹദീസ് പ്രായങ്ങൾക്കനുസരിച്ച് പ്രായം പരിഗണിക്കേണ്ടതുണ്ട് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചതിൻ്റെ ഉദാഹരണമാണ്. ലൈസ മിന്നാ മല്ലം യർഹം സ്വഗീറന വലം യുവക്കിർ കബീറന, നമ്മളിൽപ്പെട്ടവനല്ല മുതിർന്നവരെ ആദരിക്കാത്തവനും തൻ്റെ വയസ്സിന് ഇളയവരോട് കരുണ കാണിക്കാത്തവനും നമ്മളിൽപ്പെട്ടവനല്ല. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ വയസ്സുകൊണ്ട് മുതിർന്നയാളാണെങ്കിൽ, വയസ്സുകൊണ്ട് ഇളയാളാണെങ്കിൽ ഈ ആദരവും കാരുണ്യവും എനിക്ക് കിട്ടണം എന്നു മാത്രമല്ല, നേരെ മറിച്ച് നമ്മളെക്കാൾ മുതിർന്ന ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്, നമ്മളെക്കാൾ ഇളയവർ നമുക്ക് ചുറ്റുമുണ്ട്, അവിടെ നമ്മൾ കുറേ ബാധ്യതകൾ നിർവഹിക്കാനുണ്ട് എന്നതാണല്ലോ ഇസ്ലാം ഇതിലൂടെ പഠിപ്പിക്കുന്നത്. ഇദാ കുന്തും സലാസ, നിങ്ങൾ മൂന്നാളുകൾ ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ ഫലാ യതനാജാ റജുലാനി
ദൂനൽ ആഖർ, ഒരാളെ മാത്രം ഒറ്റയ്ക്ക് നിർത്തി രണ്ടുപേർ തമ്മിൽ രഹസ്യം പറയരുത് എന്ന് ഇസ്ലാം പഠിപ്പിച്ചത് എന്തുകൊണ്ടാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹദീസിൻ്റെ ബാക്കി നമുക്ക് വായിക്കാൻ കഴിയും. മിൻ അജ്ലി അൻ യുഹ്സിനഹു, കാരണം അതവന് മനോവിഷമം ഉണ്ടാക്കും. ആളുകളുടെ മാനസിക അവസ്ഥ തിരിച്ചറിഞ്ഞ് അവരോടുള്ള പെരുമാറ്റത്തിൽ നമ്മൾ ബോധപൂർവമായ ചില അച്ചടക്കം ശീലിക്കുക എന്നത് ഒരു മുസ്ലിമിൻ്റെ ക്വാളിറ്റിയാണ് എന്ന് ഈ ഹദീസിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എത്രയോ ഹദീസുകൾ ഓരോ തരം ആളുകളോടും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ സുഹൃത്തുക്കളാകാം, അടുത്ത ബന്ധുക്കളാകാം, ഏറ്റവും അടുപ്പത്തിൽ ഇടപഴകുന്ന ആളുകളാകാം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖുദന്ന അഹദുക്കും മതാഅ അഖീഹി ലാഇബൻ വലാ ജാദ്ദൻ, ഒരാളും തൻ്റെ സഹോദരൻ്റെ ഒരു വസ്തു അത് അവൻ അറിയാതെ എടുക്കരുത്. ലാഇബൻ വലാ ജാദ്ദൻ, അത് കളിയായിട്ടാണെങ്കിലും ജാദ്ദൻ കാര്യമായിട്ടാണെങ്കിലും അവനെ പറ്റിക്കാൻ വേണ്ടി വിഷമിപ്പിക്കാൻ വേണ്ടി എടുത്തു മാറ്റിവെക്കരുത് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. രോഗികളെ സന്ദർശിക്കാൻ പോകുമ്പോൾ അവിടെ പാലിക്കേണ്ട മര്യാദകളിൽ അല്ലാഹുവിൻ്റെ റസൂൽ മനുഷ്യൻ്റെ മാനസികാവസ്ഥയെ പരിഗണിച്ചത് നമുക്ക് കാണാം. കുഷ്ഠരോഗം ബാധിച്ച ആളുകൾ സമൂഹത്തിലുണ്ടെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, രോഗികളെ കാണാൻ പോകുമ്പോൾ അവർക്കിഷ്ടമില്ലാത്ത അവരുടെ രോഗം ബാധിച്ച ശരീര അവയവങ്ങളിലേക്ക് അല്ലെങ്കിൽ അവരുടെ വ്രണങ്ങളിലേക്ക്, മുറിവുകളിലേക്ക് അവർക്ക് അസ്വാസ്ഥ്യമുണ്ടാകും വിധം നോക്കിക്കൊണ്ടിരിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. ലാ തുദീമു അൻ നദ്റ ഇലൽ മജ്ദൂമീൻ, കുഷ്ഠരോഗികളുടെ നേർക്ക് നിങ്ങൾ തുറിച്ചു നോക്കരുത് എന്ന അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം ഇമാം ഇബ്നു മാജ സ്വഹീഹായി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിച്ചത് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇങ്ങനെ എത്രയോ പരിഗണനയുടെ സന്ദേശങ്ങൾ, മനുഷ്യൻ്റെ മാനസികാവസ്ഥ തിരിച്ചറിഞ്ഞ് അയാളുടെ സാഹചര്യം മനസ്സിലാക്കിയുള്ള ഇടപെടലുകൾ നമ്മുടെ ഇടപാടുകളിൽ കൊണ്ടുവരുന്നത് പരിഗണനയുടെ വലിയ സൗന്ദര്യമായിരിക്കും. നമുക്ക് ചുറ്റും അതിൽ നിന്ന് ആളുകൾക്ക് ആസ്വദിക്കാൻ കഴിയുക എന്നതാണല്ലോ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പരിഗണനയും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നതും സ്വയം തൻ്റെ ജീവിതത്തിൽ അച്ചടക്കം ശീലിക്കുക എന്നതും ഏതുവരെ പഠിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, ഇഅ്തികാഫിരിക്കുമ്പോൾ റമദാനിൽ ഇഅ്തികാഫിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അല്ലെങ്കിൽ പ്രവാചക ചര്യ എന്ന് പറയുന്നത്, പ്രവാചകൻ ഒരു സ്ഥലത്ത് ഒരു വിരിയും ഒക്കെ തൂക്കിയിട്ട് ഒരു ടെൻറ്റ് പോലെ കെട്ടിയുണ്ടാക്കി പള്ളിയിൽ അതിനുള്ളിൽ ഒറ്റയ്ക്ക് ഇബാദത്തുമായി കഴിഞ്ഞുകൂടുക എന്നതായിരുന്നു. അപ്പോൾ ആ ടെൻറ്റിന് പുറത്ത് മസ്ജിദുൻ നബവിയിൽ അന്നത്തെ പള്ളിയിൽ കുറേ ആളുകൾ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടാകും, നിസ്കരിക്കുന്നവരുണ്ടാകും, പല ഇബാദത്തുകളിൽ ഏർപ്പെടുന്ന ആളുകളുണ്ടാകും. ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുകയും നിസ്കരിക്കുകയും ചെയ്യുമ്പോൾ ചില സ്വഹാബിമാരുടെ ശബ്ദങ്ങൾ ഉച്ചത്തിലായി. പള്ളിയാണ്, ഇബാദത്ത് നിർവഹിക്കേണ്ട സ്ഥലമാണ്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ട ഇടം തന്നെയാണ്, നിസ്കാരം സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കേണ്ട സ്ഥലം തന്നെയാണ്, ഇബാദത്തുകളിൽ ഏർപ്പെടേണ്ട സ്ഥലം തന്നെയാണ് പള്ളി. പക്ഷേ നിസ്കാരങ്ങളിൽ പോലും ഒരു മനുഷ്യൻ അവൻ്റെ ഇബാദത്തിൽ പോലും അന്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് തൊട്ടപ്പുറത്തുള്ളയാൾക്ക് നമ്മുടെ ഖുർആൻ പാരായണം പോലും. അപ്പോൾ ഇതിനപ്പുറത്ത് ഇബാദത്തുകളിൽ പോലും ഇത്രയേറെ ശ്രദ്ധ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ മറ്റു സ്വഭാവങ്ങൾ, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ വാക്ക്, നോക്ക്, പ്രവൃത്തി, ഇതിലൊക്കെയും ഇനി ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഗൗരവത്തിൽ നമുക്ക് ഹദീസുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ ആ വിരി ഉയർത്തി സ്വഹാബിമാരുടെ നേർക്ക് നോക്കി അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരി ഉയർത്തി നമ്മളോട് പറഞ്ഞു, അല ഇന്ന കുല്ലക്കും മുനാജിൻ റബ്ബഹു, നിങ്ങളാരും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇങ്ങനെ ഉച്ചത്തിൽ നിങ്ങൾ നിസ്കാരത്തിൽ ഖുർആൻ ഓതിയതുകൊണ്ട് അല്ലെങ്കിൽ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല. നിങ്ങൾ അല്ലാഹുവുമായി രഹസ്യ സംഭാഷണം, മുനാജാത്ത് നടത്തുകയാണല്ലോ നിങ്ങൾ. അതുകൊണ്ട് ഫലാ യുദിയന്ന ബഅദുകും ബഅദ, ഒരാളും മറ്റൊരാളെ ഉപദ്രവിക്കരുത്. വലാ യർഫഉ ബഅദുകും അലാ ബഅദിൻ ഫിൽ ഖിറാഅ, ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ പോലും അപ്പുറത്തുള്ളയാൾക്ക് അയാൾ നിസ്കരിക്കുകയാണ്, അയാളുടെ ഇബാദത്തിന് നമ്മുടെ ഖുർആൻ പാരായണത്തിൻ്റെ ശബ്ദം കൂടുതൽ അത് കുഴപ്പമുണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ശബ്ദം താഴ്ത്തി ആ ഇബാദത്ത് നിർവഹിക്കുകയാണ് വേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് നമുക്ക് സ്വഹീഹായി ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ കാണാം. അല്ലാഹുവിൻ്റെ റസൂൽ ഇമാം നിൽക്കുമ്പോൾ ശ്രദ്ധിച്ച ഹദീസ് തന്നെ എത്രയോ, ഒരാളുടെ ഇബാദത്തിൽ ഒരാൾ ഇമാം നിൽക്കുമ്പോൾ, അല്ലാഹുവിൻ്റെ പ്രവാചകൻ ഇമാം നിൽക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ആ സൂക്ഷ്മത നമുക്ക് ഹദീസുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുമല്ലോ. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉൾപ്പെടുത്തിയ ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഞാൻ നിസ്കരിക്കാൻ നിൽക്കും, എൻ്റെ ഉദ്ദേശം വാന ഉരീദു ഇതാലതഹ, എനിക്ക് താല്പര്യം നിസ്കാരം കുറച്ചുകൂടി ദീർഘിപ്പിച്ച് നിസ്കരിക്കണം, കുറച്ചുകൂടി അധിക നേരം ഖുർആൻ പാരായണം ചെയ്ത് നിസ്കാരം അങ്ങനെ സുന്ദരമായി നീട്ടിക്കൊണ്ടു പോകണം എന്നായിരിക്കും എൻ്റെ മനസ്സിലുണ്ടാകുന്നത്. ഫഅസ്മഉ ബുകാ അസ്സബി, അപ്പോഴായിരിക്കും ഞാനിങ്ങനെ വിചാരിക്കുമ്പോഴായിരിക്കും പുറകിൽ നിന്ന്, സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന്
കുഞ്ഞുങ്ങളുടെ കരച്ചിൽ ഞാൻ കേൾക്കുന്നത്. ഫഅതജവ്വസു ഫീ സ്വലാത്തി, അത് കാരണം ഞാൻ എൻ്റെ നിസ്കാരം ചുരുക്കും. മിമ്മ അഅലമു മിൻ ഷിദ്ദത്തി വജ്ദി ഉമ്മിഹി മിൻ ബുകാഇ, കാരണം ആ കുട്ടി കരയുന്നത് ആ ഉമ്മയുടെ നിസ്കാരം അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനും ആ ഉമ്മയ്ക്ക് പ്രയാസമുണ്ടാകുമെന്നും എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ നിസ്കാരം ചുരുക്കും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് കാണാം. ഈ പരിഗണനയും മനുഷ്യന്മാർ തമ്മിലുള്ള ഇടപാടുകളും ഇബാദത്തുകളിൽ പോലും ഒരു മനുഷ്യൻ അവൻ സ്വയം അവൻ്റെ കർമ്മങ്ങളിൽ പാലിക്കേണ്ട അച്ചടക്കവും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. നമ്മൾ ഏത് രംഗത്തും ഈ ഒരു അച്ചടക്കമുള്ളവരായി മാറണം എന്നത് തന്നെയാണല്ലോ ഈ ഇസ്ലാമിക അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ സാമ്പത്തികമായ ഇടപാടുകൾ നടത്തുമ്പോൾ, നമ്മളൊന്ന് വഴിയിലൂടെ നടക്കുമ്പോൾ, എന്തിനേറെ ഈ മഴയത്ത് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ, നമ്മൾ തിരക്കേറിയ റോഡുകളിലൂടെ ട്രാഫിക് ജാമുകളിൽ പെടുമ്പോൾ, ഏത് സാഹചര്യത്തിൽ ഒരു മുസ്ലിം എത്തിച്ചേർന്നാലും അവിടെയൊക്കെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ആളുകളെ പരിഗണിച്ചുകൊണ്ട് ഒരു മുസ്ലിമിൻ്റെ സ്വഭാവ വൈശിഷ്ട്യം മറ്റുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ, അതിലൂടെ അവർ മുസ്ലിമിൻ്റെ ക്വാളിറ്റി മനസ്സിലാകുന്ന രൂപത്തിലാണ് നമ്മുടെ ഇടപെടലുകൾ ഉണ്ടാവേണ്ടത് എന്ന് ഇതിൽ നിന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഈ സഹജീവികളോടും സമസൃഷ്ടികളോടുമൊക്കെയുള്ള ഈ പരിഗണന, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനോടുള്ള പരിഗണന, അള്ളാഹു സൃഷ്ടികൾക്ക് പരിഗണന നൽകണമെങ്കിൽ അവന് ചുറ്റുമുള്ളവർക്ക് പരിഗണിക്കേണ്ടതുണ്ട് എന്ന് പഠിപ്പിക്കുന്നത് ഹദീസിൽ കാണാം. ഒരു മനുഷ്യൻ അയാളുടെ ചുറ്റുമുള്ള ആളുകൾ, കുടുംബം, നാട്ടുകാർ, കൂട്ടുകാർ, ഇവരൊക്കെയും പരിഗണിക്കുന്നത്, അവരോട് നല്ല നിലയിൽ ഇടപെടുന്നത്, ഇങ്ങനെ നല്ലൊരു അച്ചടക്കമുള്ള മുസ്ലിമായി ജീവിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പരിഗണനയും ഇഷ്ടവും നമുക്ക് ലഭിക്കാൻ വരെ കാരണമായി തീരുന്ന വലിയ സൽക്കർമ്മം തന്നെയാണ്. അതുകൊണ്ടാണ് ചില പ്രത്യേക കാര്യങ്ങൾ എടുത്തു ചോദിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ഒരു മനുഷ്യനോട് ചോദിക്കുന്ന ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നത്. നാളെ അന്ത്യനാളിൽ, ഖിയാമത്ത് നാളിൽ അള്ളാഹു ഒരു മനുഷ്യരോട് ചോദിക്കുന്നത്, യബ്ന ആദം, അല്ലയോ ആദമിൻ്റെ സന്തതി, മരിൽത്തു ഫലം തൗദിനി, ഞാൻ രോഗിയായി കിടന്നപ്പോൾ നീ എന്തേ എന്നെ സന്ദർശിക്കാത്തത്? അപ്പോൾ ആ മനുഷ്യൻ ചോദിക്കും, യാ റബ്ബി, അല്ലയോ രോഗരക്ഷിതാവായ എൻ്റെ റബ്ബേ, കൈഫ അഊദുക വഅൻത റബ്ബുൽ ആലമീൻ, ലോകങ്ങളുടെ പ്രപഞ്ചങ്ങളുടെ രക്ഷിതാവായ നിന്നെ ഈ മനുഷ്യനായി ഞാൻ എങ്ങനെ സന്ദർശിക്കാനാണ്? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയും, അമ അലിംത അന്ന അബ്ദി ഫുലാനൻ മരിദ് ഫലം തൗദ്ഹു, ഇങ്ങനെ നീ ജീവിച്ചിരുന്ന സമയത്ത് നിൻ്റെ അടുക്കൽ നിനക്ക് പോകാൻ കഴിയുന്ന എൻ്റെ ഇന്ന അടിമ രോഗിയായി കിടന്നപ്പോൾ നീ അവനെ സന്ദർശിച്ചിട്ടില്ലല്ലോ. അമ അലിംത അന്നക ലൗ ഉത്തഹു ലവജത്തനി ഇൻദഹു, നീ എങ്ങാനും അവനെ സന്ദർശിച്ചിരുന്നെങ്കിൽ എന്നെ നിനക്ക് അവൻ്റെ അടുക്കൽ കണ്ടെത്താമായിരുന്നു. പിന്നെയും ചോദ്യങ്ങൾ, എനിക്ക് വിശന്നപ്പോൾ നീ എന്തുകൊണ്ട് എനിക്ക് ഭക്ഷണം നൽകിയില്ല? ലോകരക്ഷിതാവായ റബ്ബേ, നിനക്ക് എങ്ങനെ ഞാൻ ഭക്ഷണം നൽകും? നീ ഭക്ഷണത്തിന് ആവശ്യമില്ലാത്തവനാണല്ലോ. എൻ്റെ ഇന്ന അടിമ നിന്നോട് ഭക്ഷണം ചോദിച്ച് വന്നിട്ട് നീ ഭക്ഷണം കൊടുത്തില്ലല്ലോ. അന്ന് നീ ഭക്ഷണം കൊടുത്തിരുന്നുവെങ്കിൽ അതിനുള്ള പ്രതിഫലം നിനക്കിപ്പോൾ എൻ്റെ അടുക്കൽ കാണാമായിരുന്നു. ഇന്നവൻ ദാഹിച്ചു വരഞ്ഞ് നിൻ്റെ അടുക്കലെത്തി വെള്ളം ചോദിച്ചപ്പോൾ നീ വെള്ളം കൊടുത്തിരുന്നില്ലല്ലോ. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, നിന്നെ എങ്ങനെയാണ് നമ്മൾ വെള്ളം കുടിപ്പിക്കുക എന്ന അടിമ ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ആ മനുഷ്യനെ നീ പരിഗണിച്ചിരുന്നെങ്കിൽ, നിന്നോട് ചെറിയൊരു സഹായം ആവശ്യപ്പെട്ട ആ മനുഷ്യനെ നീ പരിഗണിച്ചിരുന്നെങ്കിൽ അതിൻ്റെ പ്രതിഫലം, എൻ്റെ പരിഗണന നിനക്ക് ഇപ്പോൾ കിട്ടുമായിരുന്നു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആളുകളുമായുള്ള മുആമലാത്തിൽ, ഇടപെടലുകളിൽ, ഇബാദത്തുകളിൽ ഒക്കെയും ഈ പരിഗണന എന്ന വിഷയം കടന്നു വരുന്നുണ്ട്. ആളുകളുടെ മാനസികാവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ചികിത്സയാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധന രംഗത്ത്, സ്വഹാബിമാരുടെ ശിക്ഷണ രംഗത്ത് ഒക്കെ സ്വീകരിച്ചിരുന്നത്. മുആവിയത്ത് ഇബ്നുൽ ഹക്കം അസ്സുലമി റളിയല്ലാഹു അൻഹു അറിയാതെ നിസ്കാരത്തിൽ ഒരാൾ തുമ്മിയപ്പോൾ നിസ്കാരത്തിൽ സംസാരിക്കാൻ പാടില്ല എന്ന വിധിയെക്കുറിച്ച് അറിയാതെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ അയാൾക്ക് യർഹമുക്കല്ലാ, അയാൾ അൽഹംദുലില്ലാ പറഞ്ഞിട്ടുണ്ടാകും എന്ന് കരുതി യർഹമുക്കല്ലാ എന്ന് ഉച്ചത്തിൽ പറഞ്ഞു. മുആവിയ റളിയല്ലാഹു അൻഹു അത് അറിയുമായിരുന്നില്ല. മുആവിയത്ത് ഇബ്നുൽ ഹക്കം അസ്സുലമി. ആളുകളൊക്കെ മുആവിയ റളിയല്ലാഹു അൻഹു തുറിച്ചു നോക്കാൻ തുടങ്ങി. നിസ്കാരത്തിൽ ശബ്ദമുണ്ടാക്കാൻ, മിണ്ടാതിരിക്കാനുള്ള ആംഗ്യം കാണിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിച്ചു, അല്ല, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്, എന്നെ നിശബ്ദനാക്കാൻ ശ്രമിക്കുന്നത് എന്ന് തന്നെ ഉച്ചത്തിൽ ചോദിച്ചു. അവസാനം അദ്ദേഹത്തിന് മനസ്സിലായി, മിണ്ടാതിരിക്കുക എന്നതാണ് വേണ്ടിയിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം പൂർത്തിയാക്കുന്നത് വരെ മുആവിയ ഇബ്നുൽ ഹക്കം റളിയല്ലാഹു അൻഹു വളരെ ശ്രദ്ധാപൂർവം കാത്തിരുന്നു. എന്തായിരിക്കും അല്ലാഹുവിൻ്റെ റസൂൽ എന്നോട് പെരുമാറുക? ഈ സമൂഹത്തിൽ മസ്ജിദുൻ നബവിയിൽ സ്വഹാബിമാരൊക്കെയുള്ള പ്രവാചകൻ്റെ ജമാഅത്തിൽ വെച്ചാണ് ഇത്ര വലിയൊരു അച്ചടക്ക ലംഘനം, നിസ്കാരത്തിൽ ചെയ്യാൻ പാടില്ലാത്തത് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്നെയാണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കാണാം,
അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം വീട്ടി. സലാം കഴിഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നോട് ഏത് രൂപത്തിലാണ് പെരുമാറിയത് എന്ന് പറയുന്നതിന് മുൻപ് അദ്ദേഹം ആദ്യം പറയുന്നത് ഫവല്ലാഹി, അള്ളാഹുവാണ് സത്യം, ഫബി അബി ഹുവ വ ഉമ്മി, എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയുമൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിനെ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. അത് അറബികളുടെ ഒരു പ്രയോഗമാണ്. അഥവാ ആ മനുഷ്യൻ പറയുന്നത് എന്തും കേൾക്കാൻ ഞാൻ തയ്യാറാണ് എന്നാണ് ആ പ്രയോഗത്തിൻ്റെ അർത്ഥം. മാ റഅയ്തു മുഅല്ലിമൻ ഖബ്ലഹു വലാ ബഅദഹു അഹ്സന തഅലീമൻ മിൻഹു. അള്ളാഹുവിൻ്റെ റസൂലിനേക്കാൾ ഒരു കാര്യം എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന്, ഒരു തെറ്റ് സംഭവിച്ചൊരു മനുഷ്യന് തിരുത്തി കൊടുക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോളം ഇത്ര സുന്ദരമായി പഠിപ്പിക്കുന്ന ഒരാളെ അദ്ദേഹത്തിന് മുൻപും ശേഷവും ഞാൻ കണ്ടിട്ടില്ല. മാ കരിഹനി, എന്നെ വെറുത്തില്ല, വലാ ദറബനി വലാ ശതമനി, എന്നെ ചീത്ത വിളിക്കുകയോ ആക്ഷേപിക്കുകയോ എന്നോട് പരുഷമായി പെരുമാറുകയോ എന്നെ അടിക്കുകയോ മർദ്ദിക്കുകയോ ഒന്നും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തില്ല. നേരെ മറിച്ച് എന്നോട് വന്ന് വളരെ ലളിതമായി ഉപദേശിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. ഇന്ന ഹാദിഹി സ്വലാം ലാ യസ്ലുഹു ഫിഹാ ഷൈഉം മിൻ കലാമിൻ നാസ്. ഈ നിസ്കാരത്തിൽ ഇങ്ങനെ ആളുകൾ തമ്മിലുള്ള സാധാരണ സംസാരങ്ങളൊന്നും നിസ്കാരത്തിൽ പാടില്ല. നിസ്കാരത്തിൽ തക്ബീറും അതുപോലെ തന്നെ ഖുർആൻ പാരായണവും നിസ്കാരത്തിലുള്ള ദിക്റുകളും ഒക്കെ മാത്രമേ പാടുള്ളൂ എന്നെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് പ്രവാചകൻ ചെയ്തത് എന്ന് മുആവിയത്ത് ഇബ്നുൽ ഹക്കം സുലമി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. ഇതൊക്കെയും ചേർത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് ആളുകളുടെ തെറ്റുകൾ തിരുത്തിയത് എന്ന പേരിൽ ഗ്രന്ഥങ്ങൾ വരെ പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. തആമുലുൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ അഖ്താഇൻ നാസ്, ജനങ്ങളുടെ തെറ്റുകളോട് എങ്ങനെയായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം എന്ന കിതാബ് നമുക്ക് ഇസ്ലാമിക ലൈബ്രറിയിൽ കാണാം. അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയൊരു ഗുണം നമ്മുടെ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടായി നമ്മളെല്ലാവരും എടുക്കുക. ഏതൊരാളോടായിരുന്നാലും, നമ്മുടെ ഇടപാടുകൾ ഏത് രംഗത്തായിരുന്നാലും അവിടെ നമ്മളെന്ന മുസ്ലിമിൻ്റെ സൗന്ദര്യം എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള പരിഗണനയുടെ സുഗന്ധം നമ്മൾ പരത്താൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസല്ലി വ ഉസല്ലിം അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വ സ്വഹാബതിഹി കുല്ലിഹിം അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനോടുള്ള തഖ്വ നമ്മുടെ ജീവിതത്തിൽ എല്ലാ രംഗത്തും കാത്തു സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്തിനെ ഒന്നുകൂടി ഊന്നൽ നൽകി സൂചിപ്പിക്കുകയാണ്. ദുൽഹിജ്ജ മാസത്തിലേക്ക് നമ്മളെല്ലാവരും കടന്നു എന്ന് നമുക്കറിയാം. വരുന്ന 7-ാം തീയതി ഈദുൽ അദ്ഹയാണ്. ഈ ലോകത്തിൽ ഏറ്റവും അതിശ്രേഷ്ഠമായ 10 ദിനങ്ങൾ, 10 പകലുകളാണ് നമ്മൾ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന, നമ്മൾ ആരംഭത്തിലെത്തി നിൽക്കുന്ന ഈ പകലുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമുക്ക് കാണാം. നോമ്പും അതുപോലെ തന്നെ നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന ആരാധനാകർമ്മങ്ങൾ ഒക്കെയും നമുക്ക് നിർവഹിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സമയം കൂടിയാണിത്. അതുപോലെ തന്നെ പെരുന്നാളുമായി ബന്ധപ്പെട്ടും ഉദ്ഹിയത്തുമായി ബന്ധപ്പെട്ടുമുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. അത് കർമ്മശാസ്ത്ര വിഷയങ്ങളായിരിക്കാം. ഈദുൽ അദ്ഹയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ ഉദ്ഹിയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതിനു പിന്നിലെ കാരണങ്ങൾ നമ്മൾ തിരിച്ചറിയണം. അവിടെ ഒരു സമൂഹം പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ എല്ലാ വീടുകളിലേക്കും അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ ബന്ധുക്കളിലേക്കും അർഹതപ്പെട്ട ആളുകളിലേക്കും നമ്മൾ ഉദ്ഹിയത്തിൻ്റെ പങ്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉദ്ഹിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പങ്ക് എത്തുന്നുണ്ട് എന്ന് ഒരു സമൂഹം എന്ന നിലക്ക് നമ്മളെല്ലാവരും ഉറപ്പുവരുത്തുകയും വേണം. ഇവിടെ ഈദുൽ അദ്ഹയുമായി ബന്ധപ്പെട്ട്, ഹജ്ജുമായി ബന്ധപ്പെട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതം അത് ഏറ്റവും കൂടുതൽ മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദിവസവും വലിയ പെരുന്നാളുകൾ എന്നത് നമുക്ക് മാറ്റിവെക്കാം. ഓരോ ദിവസവും അത്തഹിയാത്തിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ ഇബ്രാഹിമി സ്വലാത്ത് നമ്മൾ ചൊല്ലുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മില്ലത്ത്, അതാണ് താങ്കൾ പിൻപറ്റേണ്ടത് എന്നാണ്. സുമ്മ ഔഹൈനാ ഇലൈക അനിത്തബിഅ മില്ലത ഇബ്രാഹിമ ഹനീഫ. ഏറ്റവും ചൊവ്വായ പാതയിലുള്ള ഹനീഫായിരുന്ന, ഒരു തരത്തിലുമുള്ള മാർഗഭ്രംശമില്ലാത്ത ഏറ്റവും നേരായ പാതയിലൂടെ നടന്ന ഇബ്രാഹിം, അദ്ദേഹത്തിൻ്റെ മില്ലത്താണ് പ്രവാചകരെ താങ്കൾ പിൻപറ്റേണ്ടത് എന്ന് നാം താങ്കൾക്ക് വഹി നൽകിയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
പഠിപ്പിക്കുന്നത് കാണാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതം വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ എല്ലാ പ്രവാചകന്മാരിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച സമകാലിക ലോകത്ത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഹൃദയത്തിലുണ്ടായിരിക്കേണ്ട 2 വചനങ്ങൾ സൂചിപ്പിക്കാം. നമ്മളെല്ലാവരും ഒരു പക്ഷേ എല്ലാ വെള്ളിയാഴ്ചകളിലും ആവർത്തിച്ച് കേൾക്കുന്ന വചനം കൂടിയാണത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അലായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുൻഗണനാ ക്രമങ്ങൾ നിശ്ചയിക്കുന്നതിൽ നമുക്കുണ്ടാകുന്ന അപാകതകളെ തിരുത്തുന്ന 2 ആയത്തുകൾ. എന്തായിരിക്കണം നമ്മുടെ മുൻഗണന എന്നും, ജീവിതത്തിൽ നമുക്ക് മുമ്പിൽ ദീനും ദുനിയാവും വരുമ്പോൾ, ഈ ലോകവും ദുനിയാവും പരലോകവും മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അവിടെ ഒരു മുസ്ലിം എന്താണ് സ്വീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് എല്ലാ ആഴ്ചയും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വചനങ്ങൾ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, നിങ്ങൾ തുസിറൂൻ ഈസാറ് ചെയ്യുന്നത്, നിങ്ങൾ മുൻഗണന നൽകുന്നത്, നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് എപ്പോഴും ഈ ജീവിതത്തിനാണ്. വൽ ആഖിറത്തു ഖൈറുൻ വ അബ്ഖാ, എന്നാൽ പരലോകമാണ് ഏറ്റവും ഉത്തമവും എന്നെന്നും നിലനിൽക്കുന്നതും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു. അത് പറഞ്ഞ് സൂറത്തുൽ അഅല അവിടെ അവസാനിക്കുന്നില്ല. നേരെ മറിച്ച് ഈ ഒരു ആശയം ജീവിതത്തിൽ എന്തിനാണ് എപ്പോഴും മുൻഗണന നൽകേണ്ടത് എന്ന ഈ ഒരു പാഠം ദുൽഹിജ്ജ മാസം തുടങ്ങി എന്ന് നമുക്ക് മനസ്സിലായി. എന്നിട്ടും മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ഇബാദത്തുകളുടെ ഗ്രാഫിൽ മാറ്റം വരുന്നില്ല എങ്കിൽ അപ്പോഴും നമ്മുടെ ജീവിത തിരക്കുകൾ, എൻ്റെയും നിങ്ങളുടെയും ജീവിത തിരക്കുകൾ നമ്മളെ കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത ചില മുൻഗണനകൾക്ക് പ്രശ്നമുണ്ട് എന്ന് തന്നെയാണല്ലോ അതിനർത്ഥം. ഈ ആയത്തുമായി ചേർത്ത് വെച്ച് നമ്മുടെ ആയുസ്സിൽ കൂടുതൽ സൽക്കർമ്മങ്ങൾ നേടിയെടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ അവസാനിപ്പിക്കാതെ പിന്നെയും തുടരുന്നത് കാണാം. ഇന്ന ഹാദാ ലഫിസ് സുഹുഫിൽ ഊല. ഈ ഒരു പാഠം വിശുദ്ധ ഖുർആനിൽ മാത്രം അല്ലാഹു അവതരിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനു മാത്രം അല്ലാഹു നൽകിയ ഒരു പ്രബോധന തത്വമല്ല. ദുനിയാവിൻ്റെ നിസാരതയും പരലോകത്തിൻ്റെ വിശാലതയും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ എല്ലാ പ്രവാചകന്മാരുടെയും പഠിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് ഇന്ന ഹാദാ ലഫിസ് സുഹുഫിൽ ഊല, പൂർവ്വകാല പ്രവാചകന്മാരുടെ സുഹുഫുകളിൽ, ഏടുകളിൽ അല്ലാഹു ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായി സുഹുഫി ഇബ്രാഹിം വ മൂസ, ഇബ്രാഹിമിൻ്റെയും മൂസയുടെയും അലൈഹിം സ്വലാത്തു വസ്സലാം അവർക്ക് നൽകപ്പെട്ട ഏടുകളിൽ ഇക്കാര്യം പ്രസ്താവിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെയും സർവ്വ പ്രവാചകന്മാരുടെയും ജീവിതചര്യ നമ്മളെ പഠിപ്പിക്കുകയും അതിലെ മാതൃകകളും ഉപദേശങ്ങളും നമുക്ക് നൽകുകയും ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ ജീവിതത്തിന് മുൻഗണന നിശ്ചയിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഈ ഈദുൽ അദ്ഹയിലും മുമ്പ് കഴിഞ്ഞു പോയ ഈദുകളിലുമൊക്കെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് നമ്മൾ ചൊല്ലുന്നുണ്ടെങ്കിൽ എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു അക്ബറായി മാറിയത് എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പറയുന്ന അതേ നാവും അതേ ശരീരവും അവയവങ്ങളും കൊണ്ട് തന്നെ ജീവിതത്തിൽ അല്ലാഹുവിൻ്റെ കൽപ്പനകൾ ഒരു വശത്തും നമ്മുടെ നൈമിഷികമായ ചില നേട്ടങ്ങൾ മറുവശത്തും വരുമ്പോൾ പുറംകാലുകൊണ്ട് അല്ലാഹുവിൻ്റെ കൽപ്പനകളെയും ഇസ്ലാമിക പ്രമാണങ്ങളെയും പുറംകാലുകൊണ്ട് തട്ടിയെറിയുന്നൊരു മനുഷ്യനാണ് നമ്മളെങ്കിൽ നമ്മൾ ചിന്തിക്കണം, പിന്നെയും എങ്ങനെയാണ് നമ്മൾ അല്ലാഹുവിൻ്റെ മുമ്പിൽ അല്ലാഹു അക്ബർ എന്ന് ഉച്ചത്തിൽ ചൊല്ലുക. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് ഉച്ചത്തിൽ ചൊല്ലുന്നതിനേക്കാൾ അങ്ങനെയൊരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ എത്രമാത്രം പരിഹാസ്യമായിരിക്കും അത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ സുഹുഫുകളിൽ ഇബ്രാഹിം നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വഹയുകളിൽ പെട്ട മറ്റൊരു കാര്യം കൂടി സൂറത്തുൻ നജ്മിൽ അല്ലാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കാണാം. ഈ ഒരു അവസരത്തിൽ, ഏതൊരവസരത്തിലും ഒരു മുസ്ലിമിന് തൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു പുനരാലോചന നടത്താൻ പര്യാപ്തമായ വചനങ്ങളാണത്. സൂറത്തുൻ നജ്മിൽ അല്ലാഹു അത് പറയുന്നു, അം ലം യുനബ്ബ ബിമാ ഫി സുഹുഫി മൂസ, മൂസായുടെ സുഹുഫുകളിൽ എന്താണ് ഉണ്ടായിരുന്നത് എന്നതിനെക്കുറിച്ച് പ്രവാചകരെ അവർക്ക് വാർത്ത വന്ന് കിട്ടിയിട്ടില്ലയോ? വ ഇബ്രാഹിം അല്ലദീ വഫ, അല്ലാഹു ഉത്തരവാദിത്വത്തോടുകൂടി ഏൽപ്പിച്ചു കൊടുത്ത എല്ലാ കാര്യങ്ങളെയും ദൗത്യങ്ങളെയും പൂർണ്ണമായും വിശ്വസ്തയോടും സത്യസന്ധതയോടും കൂടി പൂർത്തീകരിച്ച ഇബ്രാഹിം നബിയുടെ സുഹുഫുകളിലും ഉണ്ടായിരുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്താണത്? അല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ, ഒരാളുടെയും പാപഭാരം, കുറ്റങ്ങൾ മറ്റൊരാൾക്കും ഏറ്റെടുക്കാൻ സാധിക്കില്ല. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, ഈ ദുൽഹിജ്ജയിൽ നമ്മൾ ചെയ്യുന്ന നന്മകൾ, അതിൻ്റെ പ്രതിഫലവും നമുക്കുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന തിന്മകൾ, അതിൻ്റെ സമാധാനം പറയേണ്ടതും നമ്മളാണ്. വ ലൈസ ലിൽ ഇൻസാനി
ഇല്ലാ മാ സഅ. ഓരോ മനുഷ്യനും അവൻ പരിശ്രമിച്ചതനുസരിച്ചാണ് അവന് നാളെ പരലോകത്ത് പ്രതിഫലം ലഭിക്കുക. വഅന്ന സഅയഹു സൗഫ യുറാ. അവൻ്റെ സഅയ്, അവൻ എന്താണോ പരിശ്രമം ചെയ്തത്, എന്താണോ അവൻ ഇബാദത്തുകളായി ചെയ്തത്, എന്താണോ റബ്ബിന് വേണ്ടി നിർവഹിച്ചത്, അതവൻ നാളെ പരലോകത്ത് കാണുക തന്നെ ചെയ്യും. സുമ്മ യുജ്സാഹുൽ ജസാഅൽ ഔഫ. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പൂർണ്ണമായി നാളെ പ്രതിഫലങ്ങൾ നൽകപ്പെടുന്നത്. വഅന്ന ഇലാ റബ്ബിക്കൽ മുൻതഹ. അള്ളാഹുവിങ്കിലേക്കാണ് മടക്കം എന്നതുമാണ് സുഹുഫി ഇബ്രാഹിം വ മൂസ. മൂസ അലൈഹിസ്സലാമയുടെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെയും സുഹുഫുകളിൽ ഉണ്ടായിരുന്ന ചില പാഠങ്ങൾ ലോകാവസാനം വരേക്കുമുള്ള മാനവരാശിക്കുള്ള പാഠങ്ങളായി വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു തത്വവും ഈ ഒരു ഗുണപാഠവും നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുക എന്നതുകൂടിയാണ് ഈ ദുൽഹിജ്ജ മാസം ആരംഭിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് അനുസൃതമായി വിശുദ്ധ ഖുർആനും തിരുചര്യകളും മുറുകെ പിടിച്ചുകൊണ്ട് ശരിയായ നല്ലൊരു മുസ്ലിമിൻ്റെ ജീവിതം കാഴ്ചവെക്കാൻ, പ്രവാചക മാതൃകകൾ പിൻപറ്റി ആദർശങ്ങളും നയനിലപാടുകളും സ്വഭാവങ്ങളും മര്യാദകളും ഓരോ ചെറിയ അനക്കവും അടക്കവും അള്ളാഹുവിന് തൃപ്തിപ്പെടുന്ന രൂപത്തിൽ നിർവഹിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ പ്രയാസം അനുഭവിക്കുന്ന അനവധി ആളുകളുണ്ട്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെയും സിഹത്തും സലാമത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم انصر إخواننا المسلمين في كل مكان اللهم انصر إخواننا المستضعفين في كل مكان اللهم انصر إخواننا في فلسطين ربنا اغفر وارحم وأنت خير الراحمين والحمد لله رب العالمين.